നമ്മുടെ നെക്സ്റ്റ് Chrome extension Mozbar ആണ്. Let's install it. Add to Chrome. Add extension. ലോഗിൻ ചെയ്യണം. മോസ്ബാറിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കണം. എന്നാലേ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സൈറ്റ് തുറക്കുക, റിഫ്രഷ് അടിക്കുക. മോസ്ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ സംതിങ് ഇങ്ങനെ ആയിരിക്കും സ്ക്രീൻ വരിക. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. സോ ക്ലിക്ക് ഓൺ ദിസ്. സൈൻ അപ്പ്. അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ലൈൻ. ഓക്കെ, സോ സൈൻ. എനിക്ക് ബേസിക്കലി ലോഗിൻ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ലോഗിൻ ചെയ്ത് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫീച്ചേഴ്സും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല. വെൽക്കം അഗൈൻ ബാക്ക് ടു മൈ സൈറ്റ്. സോ നമ്മൾ സൈറ്റിൻ്റെ ഒരു അതോറിറ്റിയുടെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈറ്റിൻ്റെ അതോറിറ്റി, പേജ് അതോറിറ്റി, DA അതോറിറ്റി എത്രയാണ് ഇതൊന്ന് കാണാം, സ്പാം സ്കോർ കാണാം. ബട്ട് ഇവിടെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് ഈസ് ഓപ്പൺ പേജ് അനാലിസിസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ URL എന്താണ്, ടൈറ്റിൽ എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, മെറ്റാ കീവേഡ്സ് എന്താണ്, H1 എന്താ കൊടുത്തേക്കുന്നത്, H2, ബോൾഡ് എത്ര എണ്ണം ഉണ്ട്, ഇറ്റാലിക്സ് എത്ര എണ്ണം ഉണ്ട്. അഗെയിൻ ഈ ബോൾഡ് ഇറ്റാലിക്സ് ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഓൺ പേജ് SEO ആണ്. സോ മേജർ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ്, നമ്മുടെ മെയിൻ കീവേഡ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല, മെയിൻ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം കണ്ടന്റിനകത്ത്. ആ കണ്ടന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനം ബോൾഡും ഇറ്റാലിക് ആക്കണം. ഓക്കെ, ബിക്കോസ് ബാക്ക് എൻഡിനകത്ത് നമ്മൾ ഈ കോഡ് കൊടുക്കുന്ന സമയത്ത് ബോൾഡിന്റെ എക്സ്ട്രാ എംഫസൈസ് ഉണ്ടായിരിക്കും കോഡിനകത്ത്. ഇറ്റാലിക് അതേപോലെ തന്നെ എക്സ്ട്രാ, ലൈക്ക് എല്ലാം കണ്ടന്റ് നേരെ എഴുതിയേക്കുന്ന ഒരു കണ്ടന്റ് മാത്രം ബോൾഡ് ഇട്ടേക്കുന്ന, ഇറ്റ് മീൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ്സ് ഭയങ്കര മേജർ റാങ്കിങ് ഫാക്ടർ ഒന്നല്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് യൂസർ ഫോക്കസ്ഡും കൂടെയാണ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് അസ് ഇൻ റാങ്കിങ്. സോ അത് സെക്ഷൻ. പിന്നെ ആൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏതേത് ടൈപ്സ് ഓഫ് ആൾ ടെക്സ്റ്റ് ആണ് ഇവർ കൊടുത്തേക്കുന്നത് കണ്ടന്റിനകത്ത്. ദെൻ ജനറൽ അട്രിബ്യൂട്ട്സ്, നോ ഫോളോ ആണോ, നോ ഇൻഡെക്സ് ആണോ. സോ ഇപ്പം നമ്മളെല്ലാം നോ ഇൻഡെക്സ് ആണോ നോ ഫോളോ ആണോ നോക്കണം, ബിക്കോസ് ഇത് എപ്പോഴും ഇൻഡെക്സും ഫോളോ ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം വെബ്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നോ ഫോളോ നോ ഇൻഡെക്സ് ആക്കി വെച്ചേക്കുന്നത്. ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യത്തില്ല. ഓക്കെ, കാനോനിക്കൽ ടാഗ് നോട്ട് ഫൗണ്ട് ആണ്. കാനോനിക്കൽ ടാഗ് എപ്പോഴും വേണം, അതിപ്പോൾ നമ്മൾ സംസാരിക്കാം. പേജ് ലോഡ് ടൈം കണ്ടോ, 0.86 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അണ്ടർ 4 സെക്കൻഡ്സ് ആണ്. സോ ഇപ്പം ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്നു. 4 സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ എന്തായാലും ആവണം. പിന്നെ ഗൂഗിളിന്റെ ക്യാഷ് URLs, ഗൂഗിൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിനെ ഇൻഡെക്സ് ആയി കഴിഞ്ഞാൽ കാണുന്നത് എങ്ങനെയാണ്, അതാണ് ഈ പർട്ടിക്കുലർ URL. സോ ദിസ് ഇസ് ദ URL സെക്ഷൻ ആണ്. സോ മോസ്റ്റ്ലി ഇപ്പം ഇങ്ങനെയാണ് ഗൂഗിൾ ക്യാഷ് ചെയ്താൽ നിങ്ങളുടെ വെബ്സൈറ്റ് കാണുന്നത് ലാസ്റ്റ് ടൈം ക്യാഷ് ചെയ്ത സമയത്ത്. ഓക്കെ, ദിസ് ഇസ് ദ ഫുൾ വേർഷൻ. ടെക്സ്റ്റ് വണ്ണിൽ എങ്ങനെയായിരിക്കും ഗൂഗിൾ കാണുന്നത്? ഗൂഗിളിൽ ഇത്ര കണ്ടന്റ് ആയിരിക്കും കാണുക. ഇമേജസും ഡിസൈൻസും ഒന്നും ഗൂഗിൾ കാണത്തില്ല. ഗൂഗിൾ ശരിക്കും ഇങ്ങനെയായിരിക്കും വെബ്സൈറ്റ് നിങ്ങളുടെ കാണാം. വ്യൂ സോഴ്സസ്, ആ പേജിന്റെ സോഴ്സസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും, സോഴ്സ് കോഡ്സ്. ഗോട്ട് ഇറ്റ്? ഇതാണ് ഈ പർട്ടിക്കുലർ ടൂൾ നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നത്. പിന്നെ ലിങ്ക് മാട്രിക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ പേജ് അതോറിറ്റി എത്രയുണ്ട്, ഡൊമൈൻ അതോറിറ്റി എത്രയുണ്ട്, എക്സ്റ്റേണൽ ഫോളോഡ് ലിങ്ക്സ് എത്രയാണ് പോകുന്നത്, പുറത്തോട്ട് എത്ര ലിങ്ക്സ് ആണ് പോകുന്നത്, ലിങ്ക് റൂട്ട് ഡൊമൈനിലേക്ക് എത്ര വരുന്നത്, ടോട്ടൽ ലിങ്ക്സ്. ഇതിപ്പോൾ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഏതേത് സ്കീമ ഉണ്ട്, പ്രിവ്യൂ, സ്കീമ .org നോട്ട് ഫൗണ്ട് ഓൺ ദിസ് പേജ്, സ്കീമ ഡാറ്റ നോട്ട് ഫൗണ്ട് ആണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഓപ്പൺ ഗ്രാഫ് ഉണ്ട്, ഫേസ്ബുക്ക് ഓപ്പൺ ഗ്രാഫ്, ട്വിറ്റർ ഓപ്പൺ ഗ്രാഫ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. മൈക്രോ ഫോർമാറ്റ്സ് ഇറ്റ്സ് നോട്ട് ഫൈൻഡിങ്. സോ സ്കീമ .org കിട്ടിയിട്ടില്ല. നമുക്ക് സ്കീമ .org നമ്മൾ പറഞ്ഞായിരുന്നു, ഓരോ പേജസിന് വേണ്ടി ഇൻഡിവിജ്വൽ ആയിട്ട് സ്കീമ നമ്മൾ ആഡ് ചെയ്യും, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ HTTPS സ്റ്റേറ്റസ് 200, എപ്പോഴും 200 ആവണം. ആ സാധനങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഈ സെക്ഷനകത്തുനിന്ന് കിട്ടിയത്, അനാലിസിസ് പാർട്ട്. പിന്നെ നമുക്കുള്ളത് ഹൈപ്പർ ലിങ്ക്സ്, ലൈക്ക് ഡു ഫോളോ ആണോ, നോ ഫോളോ ആണോ, എക്സ്റ്റേണൽ ലിങ്കിങ് ആണോ, ഇന്റർണൽ ലിങ്കിങ് ആണോ, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഓരോ ലിങ്കിനകത്ത് പോയാൽ നമുക്കത് ഏതാണ് ലിങ്ക് ഹൈലൈറ്റ്സ് കാണാൻ പറ്റും. സോ ഫോളോഡ് ഗ്രീൻ ആണ്, നോ ഫോളോഡ് എത്ര എണ്ണം ഉണ്ട്, എക്സ്റ്റേണൽ എത്ര ഉണ്ട്, പിങ്ക് എത്ര ഉണ്ട്, ഇതാണ് ബേസിക്കലി ഹൈലൈറ്റ് സെക്ഷനകത്ത് കാണുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ലിങ്ക്സ് പോകുന്നുണ്ടോ, ഇന്റർണൽ ലിങ്ക്സ് ആണ്. യെല്ലോസ് ഇന്റർണൽ ലിങ്ക്സിന്റെ സെക്ഷനാണ്. സോ എക്സ്റ്റേണൽ ഒന്നും ലിങ്ക് ഇതിനകത്ത് പോകുന്നില്ല, ഇതെല്ലാം ഇന്റർണലി തന്നെയാണ്. കണ്ടോ, ഒരു ലിങ്ക് പുറത്തോട്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് എല്ലാത്തിനകത്ത് യെല്ലോ വരുന്നത്. പിന്നെ നോ ഫോളോ, ഡു ഫോളോനെയാണ് ഫോളോഡ് എന്നും പറയുന്നത്. ഡു ഫോളോ, ഫോളോഡ് സെയിം സാധനം. ദെൻ കീവേഡിന്റെ സ്കോർ. സോ ഇത് ആക്ച്വലി ഇവരുടെ എന്താ പറയുന്ന
പ്രീമിയം സെക്ഷൻ ആണ്. സോ യു ഡോണ്ട് ഹാവ് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. ഓൺലി തിങ് നമ്മളിപ്പോൾ മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ പേജിന്റെ അനാലിസിസ് ആണ്.